മലപ്പുറം പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 300 പവൻ സ്വർണം കവർന്ന കേസിൽ കഴിഞ്ഞ 8 മാസമായി പോലീസ് ഇരുട്ടിൽ തപ്പുകയായിരുന്നു. മോഷ്ട സംഘത്തിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പോലീസ് മാസങ്ങളോളം പലരെയും നിരീക്ഷിച്ചു. അതിനിടെയാണ് നിരവധി കേസുകളിൽ പ്രതിയായ സുഹൈലിന്റെ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഓരോ കേസുകളിൽ പിടിയിലാകുമ്പോഴും സുഹൈലിനെ ജാമ്യത്തിലിറക്കാൻ എത്തിയിരുന്ന മനോജിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പൊന്നാനി കവർച്ചാ കേസിൽ വഴിത്തിരിവായത്. സുഹൈലും മനോജും നാസറും ഉൾപ്പെടുന്ന സംഘമാണ് വൻ കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസിന് വ്യക്തമായി. 3 പേരും അറസ്റ്റിലായെങ്കിലും മറ്റു പ്രതികളെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ. കഴിഞ്ഞ ഏപ്രിൽ 13-നാണ് പൊന്നാനി സ്വദേശി രാജീവിന്റെ വീട്ടിൽ മോഷണം നടന്നത്. മാസങ്ങളോളം പോലീസ് നടത്തിയ രഹസ്യാന്വേഷണത്തിനൊടുവിലാണ് കേസിലെ മുഖ്യപ്രതിയടക്കം 3 പേരെ പിടികൂടാൻ കഴിഞ്ഞത്. മുഖ്യപ്രതി സുഹൈലിനെ നേരത്തെ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇയാൾക്കെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. പാലക്കാടും തൃശൂരും നിരവധി കേസുകളിൽ പ്രതിയായ സുഹൈലിനെ മനോജ് ജാമ്യത്തിലെടുക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതാണ് കേസിൽ നിർണായകമായത്. മനോജിനെ ചോദ്യം ചെയ്തതോടെയാണ് സുഹൈലും നാസറും കേസിൽ ഉൾപ്പെട്ടത് തിരിച്ചറിയുന്നതും തുടർന്ന് ഇവരെ പിടികൂടുന്നതും. സുഹൈല് 50-ലധികം മോഷണ കേസിലെ പ്രതിയാണ്. അയാളോടൊപ്പം നാസർ എന്ന് പറഞ്ഞ വ്യക്തി, അയാളുടെ പങ്ക് പൂർണ്ണമായിട്ടും ഓപ്പറേഷനിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വെളിവാകാൻ സാധിച്ചിട്ടില്ല. അയാളുടെ ഇൻവോൾവ്മെന്റ് ഇൻ സെയിൽ ഓഫ് ദ പ്രൊസീഡ്സ്, അതിനുശേഷം ഇതിന്റെ സഹായ സഹകരണങ്ങളും ഗൂഢാലോചനയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന നാസർ. പിന്നീടുള്ളൊരു മനോജ് എന്ന് പറയുന്നത് മോഷണം മുതൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ്. 1100 ഗ്രാമോളമുള്ള സ്വർണവും 7.5 lakhs rupees എമൗണ്ടും 2 ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സോഫാർ നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയും. ഗ്രാം സ്വർണവും 7.5 ലക്ഷം രൂപയും കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. 300 പവനിലധികം സ്വർണമാണ് മോഷണം പോയിട്ടുള്ളത്. സ്വർണം കവർച്ച നടത്തിയവർ വീതിച്ചതായും അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഈ കേസിൽ ഉൾപ്പെട്ടതായും പോലീസ് കരുതുന്നുണ്ട്. പ്രവാസിയായ പൊന്നാനി സ്വദേശി രാജീവിന്റെ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമായിരുന്നു പ്രതികൾ മോഷ്ടിച്ചത്. വീട്ടിലെ CCTVയുടെ DVR ആദ്യം തന്നെ പ്രതികൾ നശിപ്പിച്ചിരുന്നു. ന്യൂസ് 18 മലപ്പുറം.